എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ആ ഒരു ബോള് അതങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് കറങ്ങി കറങ്ങി കറക്റ്റ് ആയിട്ട് ആ ബ്ലൈൻഡ് മാൻ പറഞ്ഞതുപോലെ വൈറ്റ് കളറിൽ വന്ന് വീഴുകയാണ്. ചുറ്റുമുള്ളവരെല്ലാവരും അത് കണ്ട് ചിരിക്കും. ബ്ലൈൻഡ് മാൻ ആണെങ്കിൽ ഭയങ്കര സന്തോഷം. എന്തുപറ്റി? ഞാൻ പറഞ്ഞതുപോലെ തന്നെ വൈറ്റിലാണോ ആ ബോൾ വീണത്? അതിനാ വില്ലൻ അവൻ അങ്ങനെ നൈസായിട്ട് വന്ന് ആ ബ്ലൈൻഡ് മാനോട് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വൈറ്റിലല്ല ബ്ലാക്കിലാണ് എന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും ഒരാൾ വിളിച്ചു പറയാണ്, അതെ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വൈറ്റിലാണ് ആ ബോൾ വീണത്. ഉടനെ ചുറ്റുമുള്ളവരെല്ലാവരും ഷോക്കാവും. അവരതാരാ പറഞ്ഞെന്ന് നോക്കും. മറ്റാരുമല്ല, സാക്ഷാൽ ലൂഫി. അവൻ ഫോർക്കൊക്കെ എടുത്ത് കയ്യിലുള്ള പ്ലേറ്റിലെ നൂഡിൽസ് അതങ്ങനെ കുത്തി കുത്തി തിന്നുകൊണ്ട് സിമ്പിളായിട്ട് പറയുകയാണ്. ആ വില്ലനാണെങ്കിൽ ലൂഫിയെ ഭീഷണിപ്പെടുത്തും. നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടണ്ട, അത് വീണിരിക്കുന്നത് ബ്ലാക്കിലാണ്. ലൂഫി ആണെങ്കിൽ കാഷ്വലായിട്ട് അവനെ നോക്കും. നിന്റെ കണ്ണിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ ബോൾ വീണിരിക്കുന്നത് വൈറ്റിൽ തന്നെയാണ്. അതൊക്കെ നിന്റെ കണ്ണ് തെളിച്ച് നോക്ക്. അത് കേട്ട വില്ലന്മാര് അവര് സ്ക്വാഡൊക്കെ എടുത്ത് ലൂഫി അറ്റാക്ക് ചെയ്യാൻ അങ്ങനെ മുരച്ച് നിൽക്കുകയാണ്. ചുറ്റുമുള്ളവരെല്ലാവരും ഇപ്പൊ ടെൻഷനായിട്ട് ലൂഫിയെ തന്നെ നോക്കുകയാണ്. അതൊരു പാവം പയ്യനാണ്. വില്ലന്മാരുടെ കയ്യിൽപ്പെട്ട ആ ചെക്കന്റെ കഥ കഴിയുമെന്ന് പറഞ്ഞ് അവർക്ക് ഓരോരുത്തർക്കും ഇപ്പൊ ടെൻഷനാവും. നമ്മുടെ ആൾക്കാരും ലൂഫിയെയും ആ വില്ലന്മാരെയും തന്നെയായിരിക്കും ശ്രദ്ധിക്കുക. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ അവരടുത്ത നിമിഷം ലൂഫിയുടെ അരികിലേക്ക് പാഞ്ഞടുക്കും. ആ ബ്ലൈൻഡ് മാൻ ആണെങ്കിൽ ലൂഫിയോട് ചോദിക്കും, നീ പറഞ്ഞത് സത്യമാണോ? ഞാൻ ഗസ് ചെയ്തതുപോലെ അത് ആ വൈറ്റിൽ തന്നെയാണോ വീണേ? അതിന് ലൂഫി പറയും, അതെ, വൈറ്റിൽ തന്നെയാണ് അത് വീണത്. വില്ലന്റെ കൺട്രോൾ പോവും. യു ആർ അൺബിലീവബിൾ. നീ ഇങ്ങനെ ഒരുത്തനായിരുന്നോ? നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരും. ചെറുക്ക, നിന്റെ കണ്ണാണ് പൊട്ടക്കണ്ണ്, ഞങ്ങളുടെ കണ്ണിന് യാതൊരു കുഴപ്പമില്ല. ആ ബോൾ വീണത് ബ്ലാക്കിലാണ്. സോ ഈ പോയിന്റ്സ് മുഴുവൻ ഞങ്ങൾക്കാണ്. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിട്ട് തടി കേടാക്കാൻ നിൽക്കരുത്. അയാളൊരു കണ്ണുപൊട്ടനാണെന്ന് കരുതി നീ ഞങ്ങളെ എല്ലാവരെയും പറ്റിക്കാൻ നോക്കാണോ ചോദിച്ച് ലൂഫി അടിക്കാൻ അവൻ കയ്യോങ്ങും. ലൂഫി ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് ആ അറ്റാക്കിൽ നിന്ന് തെന്നി മാറും. ആ ബ്ലൈൻഡ് മാൻ ആണെങ്കിൽ ആളുടെ കയ്യിലുള്ള സ്റ്റിക്ക് ഉപയോഗിച്ച് അവനെ തട്ടി താഴെ ഇടുകയാണ്. ലൂഫി മാനോട് പറയും, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഒരല്പസമയം അവിടേക്ക് മാറി നിൽക്കോ, എനിക്കൊരു ചെറിയ ഡ്യൂട്ടി ചെയ്ത് തീർക്കാനുണ്ടെന്ന് പറയും. ആളുടെ കയ്യിലുള്ള സ്റ്റിക്ക് അത് പതിയെ തുറക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ വലിയൊരു സ്ക്വാഡാണ്. ആ ബ്ലൈൻഡ് മാൻ ആളാണെങ്കിൽ ആളുടെ സ്ക്വാഡ് എടുത്ത് അറഞ്ചം വീശുകയാണ്. ആ വില്ലന്മാരാണെങ്കിൽ ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. അവരവരുടെ ബോഡിയിലൊക്കെ എന്തെങ്കിലും പരുക്ക് പറ്റിയിട്ടുണ്ടോന്ന് ചെക്ക് ചെയ്യും. ബോഡിയിൽ യാതൊരു പരുക്കും ഇല്ല. പക്ഷെ ആ ഗ്രാൻഡ് പാ ആളാണെങ്കിൽ ആളുടെ കത്തി അതാ ഉറയിലേക്ക് പതിയെ ഇട്ട് അവരുടെ അടുത്തേക്ക് നടന്നു വരികയാണ്. ക്വാഡ് ആ ഉറയിലേക്ക് ഇടുന്തോറും എന്തോ ഒരു വലിയ ഫോഴ്സ് അവരെ താഴേക്ക് പിടിച്ചിരുത്തുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്യും. അവർക്ക് അവരുടെ ബോഡിയിൽ ഭയങ്കരമായിട്ട് പ്രഷർ അനുഭവപ്പെടും. അതേസമയം ബ്ലൈൻഡ് ക്വാഡ് അതിന്റെ ഉറയിലേക്ക് ഇടും. അടുത്ത നിമിഷം തന്നെ ആ ഒരു ബേസ്മെന്റ് അത് പൊട്ടിത്തകർന്ന് ആ വില്ലന്മാര് അതിന്റെ അകത്തേക്ക് പോകും. ലൂഫി സിമ്പിളായിട്ട് ആ കുഴിയിലേക്ക് നോക്കും. അതേസമയം ബ്ലൈൻഡ് മാൻ അയാൾ ക്യാഷ്വലായിട്ട് മുൻപോട്ടേക്ക് നടക്കുകയാണ്. ഇവിടെ നമ്മുടെ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഈ കാഴ്ച കണ്ട് വണ്ടറടിച്ച് അവരെ നോക്കുകയാണ്. അപ്പൊ സോറയുടെ സ്ക്വാഡുകളിൽ 3 എണ്ണത്തിൽ 1 അതങ്ങനെ പതിയെ മൂവ് ചെയ്ത് ആ ബ്ലൈൻഡ് മാൻ നേരെ പോകും. അവിടെയുള്ളവരെല്ലാവരും ആ കുഴിയിലേക്ക് നോക്കും. ആ ബ്ലൈൻഡ് മാൻ ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് നടന്നു വന്ന് കൗണ്ടറിലുള്ള ആളോട് പറയും, ടോട്ടൽ ബില്ല് അത് എന്റെ അഡ്രസ്സിലേക്ക് അയച്ചു തരണം, എത്രയും വേഗം തന്നെ ഞാൻ സെറ്റിൽ ചെയ്യുമെന്ന് പറഞ്ഞ് ആള് കടന്നു പോകും. ലൂഫി ആണെങ്കിൽ വിളിച്ചു ചോദിക്കും, ഹേയ്, നിങ്ങളുടെ പേരെന്താണ്? അതിനവൻ പറയും, എന്റെ പേര് അറിയാത്തതാണ് നിനക്കും എനിക്കും നല്ലതെന്ന് പറഞ്ഞ് അവിടുന്ന് അങ്ങനെ നടന്നു പോകും. ഉടനെ റെസ്റ്റോറന്റിലുള്ള ഒരുപാട് പേര് അവർ നിലവിളിക്കാൻ തുടങ്ങും. അവരിൽ പലരുടെയും ബാഗും പേഴ്സും മാലയൊന്നും കാണാനില്ല. സോറോയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഷൂസു സ്ക്വാഡ് അതും മിസ്സിംഗ് ആയെന്ന് അവൻ തിരിച്ചറിയും. ഉടനെ ഒരു ബൊമ്മയാണെങ്കിൽ ബാൻഡൊക്കെ തട്ടി വിളിച്ചു പറയും, നിങ്ങളുടെ എല്ലാവരുടെയും കാണാതെ പോയ സാധനങ്ങൾ അതെല്ലാം തന്നെ ഈ ഐലാൻഡിലുള്ള ദേവതകളാണ് അടിച്ചുകൊണ്ട് പോയത്. സോ നിങ്ങൾ ഇനി ആരും അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയോ അന്വേഷിക്കാനോ നിൽക്കേണ്ട ആവശ്യമില്ല. ഈ ഡെസ്റോസ ഐലാൻഡ് അതിന്റെ സ്റ്റാർട്ടിങ് മുതൽ ദേവതകൾ ഇവിടെ ഉണ്ട്. അവറ്റകളുടെ കണ്ണിൽ എന്തെങ്കിലും കണ്ട് അവർക്കത് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും അവരത് അടിച്ചു മാറ്റും. അതാണ് ഇവിടുത്തെ സ്ഥിരം ആചാരം. ദേവതകളെ ആരെങ്കിലും ശല്യപ്പെടുത്താൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അവര് പിന്നീട് ബ്ലൈൻഡായി മാറും. സോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം വലിയൊരു അനുഗ്രഹമായിട്ട് കരുതി ഇവിടുന്ന് കടന്നു പോകണമെന്ന് പറയും. സോറോയ്ക്കാണെങ്കിൽ അത് സഹിക്കാനായിട്ടാവില്ല. അവന്റെ 3 സ്ക്വാഡുകളിൽ വെച്ച് അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും അവൻ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അവന്റെ ലെജൻഡറി സ്ക്വാഡാണ് നഷ്ടപ്പെട്ടത്. അവിടെയുള്ള ബാക്കിയുള്ളവരാണെങ്കിൽ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സാധനങ്ങൾ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവർ തിരികെ പോവാണ്. സോറോ ആണെങ്കിൽ അടിച്ചു പറയും, എന്റെ ലെജൻഡറി സ്ക്വാഡ് അത് കിട്ടാതെ ഞാൻ എവിടേക്കും ഇല്ല എന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും എന്റെ സൈഡിലായിട്ട് ഒരു ശബ്ദം കേൾക്കുക. വലിയൊരു ചാക്കില് അവിടുന്ന് അടിച്ചു മാറ്റിയ സാധനങ്ങളും അതിനോടൊപ്പം സോറയുടെ സ്ക്വാഡും.
ജനലിലൂടെ ആരോ പുറത്തേക്ക് കടത്താൻ ശ്രമിക്കുകയാണ്. അത് കണ്ട സോറോ ആണെങ്കിൽ അവിടേക്ക് ഓടി അടുക്കും. ആഞ്ചി ആണെങ്കിൽ സോറോയുടെ പിന്നാലെ പോവും. സോറോ, നമുക്കിപ്പോ ഇതിനൊന്നും സമയമില്ല, നമ്മുടെ പ്ലാൻ അതെങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പിന്നാലെ പോയി കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കും. അവരുടെ തൊട്ടു പിന്നാലെ സാമുറായും അവർക്ക് നേരെ പോവാണ്. ഇവിടെ ലൂഫി ആണെങ്കിൽ അവരുടെ പിന്നാലെ പോവാൻ ശ്രമിക്കും. അത് കണ്ട ഫ്രാങ്കി അവനെ പിടിച്ചു വെച്ച് പറയും, നമുക്ക് വേറൊരു ഐഡിയ അത് പ്രയോഗിക്കാം. ഇവിടെ സോറോ ആണെങ്കിൽ ആ ജനലൊക്കെ തകർത്ത് പുറത്തേക്ക് ചാടി ഓടി വരും. ആ വലിയൊരു സഞ്ചിയും അവന്റെ സ്ക്വാഡും അതങ്ങനെ തനിയെ തെറിച്ച് പോകുന്നത് കണ്ട സോറോ അവൻ ഷോക്കാവും. ആരെങ്കിലും കയറിട്ട് വലിക്കുന്നതാണോന്ന് അവൻ ശ്രദ്ധിച്ചു നോക്കും. വേറൊന്നും അതിന്റെ പരിസരത്ത് കാണാനില്ല. എന്തായാലും കുഴപ്പമില്ല, എനിക്ക് എന്റെ സ്ക്വാഡ് അത് തിരികെ പിടിക്കണമെന്ന് പറഞ്ഞ് അവൻ ഉഷാറായിട്ട് ഓടും. എന്റെ തൊട്ടു പിന്നാലെ സാഞ്ചിയും അതിനു പിന്നാലെ സാമുറായും അവരും വിടാതെ അവന്റെ പിന്നാലെ പോവാണ്. ആ സാമുറായി ഉഷാറായി ചാടി ഓടി വരുമ്പോഴായിരിക്കും അവന്റെ ക്യാപ്പ് അത് തലയിൽ നിന്ന് പറന്നു പോവുക. അവന്റെ ഹെയർ സ്റ്റൈൽ കണ്ട് അതൊരു സാമുറായി ആണെന്ന് അവിടെയുള്ള ഒരാള് തിരിച്ചറിയും. അതേസമയം സാമുറായി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ക്യാപ്പ് കണ്ടെത്തി അവന്റെ തലയിലേക്ക് വെക്കും. പക്ഷെ എന്താ, നമ്മുടെ ആൾക്കാരെ ഇപ്പൊ അവിടെ കാണാനില്ല. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ ലൂഫിയും ഫ്രാങ്കിയും അവർ രണ്ടുപേരും ആ ഗാംബ്ലിങ്ങിൽ കള്ളത്തരം കാണിച്ചവനെ കറക്റ്റായിട്ട് പൊക്കും. അതിനുശേഷം അവനോട് ചോദിച്ചു മനസ്സിലാക്കും അവൻ ആരാണ്, വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ. അവൻ സാക്ഷാൽ ആ ഡോഫ്ലമിംഗോയുടെ ആളാണ്, അവന് വേണ്ടിയാണ് അവൻ പ്രവർത്തിക്കുന്നത്. അവനാണെങ്കിൽ വമ്പൻ ഡയലോഗൊക്കെ തട്ടി വിടുകയാണ്. ഞങ്ങളുടെ ബോസ് ഡോഫ്ലമിംഗോ, അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ആരെ കൊണ്ട് കഴിയില്ല, നിങ്ങളെപ്പോലും ഈസി ആയിട്ട് അദ്ദേഹം തല്ലി തോപ്പിക്കുമെന്ന് പറയും. അത് കേട്ട ഫ്രാങ്കി അവന്റെ കൈ അങ്ങനെ ചുരുട്ടിയെടുത്ത് ചുമരിൽ ആഞ്ഞൊരിട്ടി. ആ വില്ലനാണെങ്കിൽ പേടിച്ചു പോവും. ലൂഫി അവനോട് ചോദിക്കും, മര്യാദയ്ക്ക് ഞങ്ങളുടെ ചോദ്യത്തിന് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ നീ പറയണം. അതിനവൻ പറയും, വർഷങ്ങൾക്ക് മുൻപ് ഇവിടേക്ക് 2 സാമുറായി വന്നിരുന്നു. അതിലൊരാളെ ഞങ്ങളുടെ ബോസ് കറക്റ്റായിട്ട് പിടിച്ചു, മറ്റൊരാള് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി. അവൻ പറയുന്നത് നമ്മുടെ സാമുറായെ കുറിച്ചും അവന്റെ ഫ്രണ്ട് കാൻജറോയെ കുറിച്ചുമാണ്. കാൻജറോയെ ഇവർക്ക് പിടുത്തം കിട്ടി, പക്ഷെ മൊമന്റോസ്കിയുടെ പപ്പ സാമുറായി, അദ്ദേഹത്തെ ഇവരെ കൊണ്ട് പിടിക്കാനായില്ല. ലൂഫി ആണെങ്കിൽ ആ സ്മൈൽ ഫാക്ടറിയെ കുറിച്ച് ചോദിക്കും. അതിനവനാണെങ്കിൽ അയ്യോ ഇല്ല, എനിക്ക് അങ്ങനെയുള്ളതിനെ കുറിച്ചൊന്നും ഒന്നും അറിയില്ല. ഉടനെ ലൂഫി അവനാണെങ്കിൽ ആ ഡോഫ്ലമിംഗോയുടെ മെയിൻ അസിസ്റ്റൻസിനെ കുറിച്ച് ചോദിക്കും. അതിനവൻ പറയും, ഇന്ന് അദ്ദേഹത്തിന്റെ അസിസ്റ്റൻസിനെ എല്ലാം തന്നെ ആ കാണുന്ന മാൻഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഇന്ന് ചില ഫൈറ്റ് മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മത്സരത്തിൽ ജയിക്കുന്നവർക്ക് വലിയൊരു പ്രൈസാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ വലിയ മാൻഷൻ കാണിക്കും. ഒരുപാട് പേര് അവിടേക്ക് ഇരച്ച് കയറുകയാണ്. കുഞ്ഞുങ്ങളെ ഒന്നും അവിടേക്ക് കടത്തി വിടില്ല. അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് ഇപ്പൊ ആ മാൻഷന്റെ അകത്ത് കാണിക്കും. അവിടെയാണെങ്കിൽ ജനങ്ങളെല്ലാം നടക്കാൻ പോകുന്ന ആ ഒരു വലിയ മത്സരം കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആങ്കർ ആണെങ്കിൽ വിളിച്ചു പറയും, ഈ മത്സരത്തിൽ ജയിക്കുന്ന ആൾക്ക് വലിയൊരു സമ്മാനമാണ് നമ്മുടെ കിങ് ഓഫർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ് ആ സമ്മാനം ഇപ്പൊ എല്ലാവർക്കുമായിട്ട് കാണിച്ചു കൊടുക്കും. അത് മറ്റൊന്നുമല്ല, സാക്ഷാൽ എയ്സിന്റെ പവർ അത് അബ്സോർബ് ചെയ്തെടുത്ത ആ ഡെവൽ ഫ്രൂട്ട് ആണ്. ജനങ്ങൾക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷം. അപ്പൊ ദൂരത്തായിട്ട് ആ കണ്ണ് കാണാത്ത ആളും ഈ കാര്യങ്ങളെല്ലാം കേട്ടും കണ്ടും അങ്ങനെ ഹായ് ആയിട്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത ലൂഫി ആ കാര്യം കേട്ട് ഷോക്കാവും. സത്യമാണോ നീ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണോ? അതിനവൻ തീർത്ത് പറയും, അതെ, എന്റെ മാസ്റ്റർ ഒരിക്കലും കള്ളം പറയാറില്ല. ലൂഫി അത് കേട്ട് ഷോക്ക് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.